വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ അമൃതവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഓരോ ആഴ്ചയും ഓരോ പങ്ക്തികൾ നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. 2021 സെപ്റ്റംബർ മാസം ഗുരുസാഗരം മാസികയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 94ാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ മൗന മഹസിലെ മഹാസമാധി എന്ന സ്പെഷ്യൽ ഫീച്ചറാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത്. കടൽ തീരം എന്ന പോലെ വെള്ള മണൽത്തരികൾ പാദങ്ങളെ തഴുകുന്ന മഹാസമാധി മന്ദിരത്തിന്റെ വിശാലമായ മുറ്റം. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് ശുദ്ധശൂന്യമായിരുന്നു. പക്ഷേ തലയ്ക്കു മുകളിൽ ആകാശം കനം വച്ച് വിതുമ്പാൻ തയ്യാറെടുക്കുകയാണ്. രക്ഷിക്കണേ സ്വാമി എന്ന് ആർത്തുകരഞ്ഞ് അഭയം തേടി വരുന്ന ഭക്തഹൃദയങ്ങളെപ്പോലെ മഴനീർ തുള്ളികളും ഗുരുപാദം തേടി താഴികക്കുളത്തിലേക്ക് വീണൊഴുകുന്നുവോ? ലോകത്തിന്റെ സങ്കടങ്ങളെ എന്നും കൈനീട്ടി സ്വീകരിച്ച് ആശ്വസിപ്പിച്ച ഭഗവാന്റെ മഹാസമാധി മന്ദിരം ആകാശത്തിന്റെ പരിദേവനങ്ങളും ഏറ്റുവാങ്ങാതിരിക്കുന്നതെങ്ങനെ? ഭഗവാന്റെ ഭൗതിക ദേഹത്തിൽ സദാ തൊട്ടു നമിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ വനസത്തിന്റെ ചുവട്ടിൽ മഴ നനയാതിരിക്കാൻ തണൽ തേടുമ്പോൾ അതാ ഓർമ്മകളുടെ മൺപുറ്റലിഞ്ഞ് ഈയാമ്പാറ്റകളെ പോലെ സ്മൃതികൾ പറക്കുന്നു. 93 വർഷങ്ങൾക്കു പിന്നിലേക്ക് ഓർമ്മകൾ ചിറകുനീർത്തി പായുകയാണ്. ഇതുപോലൊരു ചാറ്റമഴ പെയ്തുകൊണ്ട് പ്രകൃതി സങ്കടം പൊഴിച്ച കന്നിയഞ്ചിന്റെ പകൽ. പ്രതിസന്ധികളെ വീറോടെ നിന്ന് എതിർത്തിട്ടുള്ള യുവസേനാനി സഹോദരൻ അയ്യപ്പൻ അതാദ്യമായി കണ്ണു നനഞ്ഞും നാവു കുഴഞ്ഞും ഈ പ്ലാവിൻ ചുവട്ടിൽ നിന്ന് പാടിയ വരികളാണ് ഓർമ്മയിൽ തെളിയുന്നത്. തവ വിയോഗാപ്തി പരിതപ്തർഭവത് കൃതകപുത്രരാമനേക ലക്ഷങ്ങൾ ഒഴുക്കും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരോ. അത് കേട്ട് യോഗശാസ്ത്രം ചോദിച്ചു, എന്തിനാണ് ഒരു മഹായോഗിയുടെ സമാധി സംഭവിക്കുമ്പോൾ കണ്ണീർ പൊഴിക്കുന്നത്? അത് മരണമല്ല, ലയനമല്ലേ? ഗുരു എന്നത് സത്യമാണ്, അതിന് മരണമില്ലെന്നറിയുക. ശിവഗിരിക്കുന്നിന് കാവൽ നിൽക്കുന്ന പിണ്ടനന്ദികേശനാണ് യോഗശാസ്ത്രത്തിന് മറുപടി മൊഴിഞ്ഞത്. കാലം കഴിഞ്ഞ് കരുവിങ്കൽ ഇരുന്നു ഞാൻ അക്കാലം നനച്ചു കരയുന്നത് കേൾക്ക ശംഭോ എന്നെഴുതിയ സ്വാമി തൃപ്പാദങ്ങളാണ് ഇവിടെ മഹാസമാധി പൂകിയത്. കരുവിങ്കൽ ഇരുന്ന് ഗുരുവിന് കരയാമെങ്കിൽ പിന്നെ കരുവിനെ തെരുതെരെ വീണു വണങ്ങുന്ന ഭക്തന് കണ്ണീർ പൊഴിച്ചുകൂടെയോ? കാലം കഴിഞ്ഞിട്ടും പൊഴിയാൻ വെമ്പുന്ന ഒരു കണ്ണീർ കണം ഭഗവാൻ ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് മഹാസമാധിയിൽ നമിക്കുവാൻ എത്തുന്ന ഭക്തനിലും കണ്ണീർ പ്രവാഹം ഉണ്ടാക്കുന്നത്. ദൈവം നിർവികാര സത്യമാണ്. എന്നാൽ തൃപ്പാദങ്ങൾ ആ സത്യത്തിന്റെ അനുകമ്പാർദ്രമായ മനുഷ്യരൂപമായിരുന്നു. അതിനാൽ യോഗശാസ്ത്രത്തിനും വേദാന്തത്തിനും ഋഷിത്വത്തിനും നിർവചിക്കാനാവാത്ത ഒരു കണ്ണീർ കണം ഭഗവാൻ എക്കാലത്തും സൂക്ഷിച്ചിരുന്നു. ജനിച്ച സമയത്ത് കരയാതെ നിർവികാരാത്മഭാവം പൂണ്ട ഭഗവാൻ പക്ഷെ ലോകത്തിന്റെ അവസ്ഥ കണ്ട് പലതവണ കണ്ണീർ പൊഴിച്ചു. ജീവിതകാലം മുഴുവൻ ആ കണ്ണീർ കണം ഉള്ളിൽ സൂക്ഷിച്ചു. മുത്തുച്ചിപ്പിയേക്കാൾ തിളക്കമുണ്ടായിരുന്നു ആ കണ്ണീർ തുള്ളിക്ക്. ലോകമതിനെ ഭഗവത് കൃപയെന്നും ദയാസിന്ധു എന്നും വിളിച്ചു. കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ കല്ലെറിഞ്ഞ ഒരു സന്യാസിവര്യനു വേണ്ടിയാണ് ആ കണ്ണീർ കണം ആദ്യം പൊഴിഞ്ഞത്. പിന്നെ പുലയച്ചാളയിൽ അരിവെന്ത് കലം കവിയുന്നത് കണ്ടപ്പോൾ. വാരണപ്പള്ളിയിലെ വിദ്യാഭ്യാസ കാലത്ത് ഒറ്റയ്ക്കൊരു കുടിലിൽ കുഷ്ഠം പിടിച്ച് അനാഥനായി കിടന്ന രോഗിയെ കണ്ട് വീണ്ടും പൊഴിഞ്ഞു ആ വിശുദ്ധ കണ്ണീർ കണം. മരോട്ടി എണ്ണ പുരട്ടി വ്രണങ്ങൾ സുഖപ്പെടുത്തിയും
തനിക്കായി കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം അയാൾക്കായി പങ്കുവച്ചും സ്നേഹം നൽകിയപ്പോൾ ആ കുഷ്ഠരോഗിയും നന്ദിയുടെ കണ്ണീർക്കണം പൊഴിച്ചു. പിന്നെ ഒരു കാലത്ത് മരുത്വാമലയിൽ ഒരു പൗർണമി നാളിൽ തിങ്കളും താരങ്ങളും വൃക്ഷലതാദികളും ദേവകളും മരുത്തുക്കളും ആ സത്യസാക്ഷാത്കാരം കണ്ട് നിർവൃതി പൂണ്ടു നിൽക്കുന്ന വേളയിൽ നിർവികാരതയുടെ സഹസ്ര സൂര്യൻ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും ഭഗവാൻ ആ വിശുദ്ധ കണ്ണീർക്കണം ആരും കാണാതെ ആദിമഹസിൽ മറച്ചുവെച്ചു. മലയുടെ താഴ്വരയിൽ ദീനം പിടിച്ചും മധുര കുടിച്ചും മനുഷ്യജന്മം ദുരിതപൂർണമാക്കുന്ന ലക്ഷക്കണക്കിന് സഹജീവികളെ ഓർത്താണ് സവികൽപ്പ സമാധി അവസ്ഥയിലും ഭഗവാൻ കണ്ണീർ പൊഴിച്ചത്. തട്ടി പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ എന്നു പറഞ്ഞ് ലോകസന്ധാരണത്തിനായി അവിടുന്ന് അപ്പോൾ തന്നെ മലയിറങ്ങി. അരുവിപ്പുറത്തെ പഴയ ശിവരാത്രി കാഴ്ചയിൽ ആ കണ്ണീർക്കണം വീണ്ടും തിളങ്ങുന്നത് കാണാം. ദൈവത്തിന്റെ തിരുസ്വരൂപങ്ങളായി ജന്മമെടുത്തിട്ടും ദൈവത്തെ കാണാൻ കഴിയാത്തവർക്ക് തന്നിൽ താനെന്ന് ദൈവം വെളിപ്പെടാനായി എടുത്തു നെഞ്ചോട് ചേർത്ത ശിലയിൽ പൊഴിച്ചതും ആ കണ്ണീരാണ്. അതാണ് കാലം കഴിഞ്ഞ് കരുവിങ്കലിരുന്ന് അക്കാലം നനച്ചുള്ള കരച്ചിൽ. അതേ കണ്ണീരിന് നന്ദി സൂചകമായിട്ടാണ് ഒരിക്കലും കരയാത്ത അയ്യപ്പൻ മഹാസമാധി സ്ഥാനത്തു നിന്ന് കണ്ണീർ പൊഴിച്ചത്. അത് യോഗശാസ്ത്രമല്ല, മനുഷ്യശാസ്ത്രമാണ്. ഭജഗോവിന്ദം പാടി മലയിടുക്കുകളിൽ അലയുന്നവന്റെ ഹൃദയത്തിൽ യോഗശാസ്ത്രത്തിനും വേദാന്തത്തിനും സ്വപ്രകൃതത്തോടെ വാഴാം. എന്നാൽ ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലമെന്ന് പിൽക്കാലത്ത് അക്കിത്തമെഴുതിയ അതേ കണ്ണീരാണ് ഭഗവാന്റെ യോഗനയനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഭഗവാന്റെ യോഗനയനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദയാസിന്ധുവിനെ കാണുമ്പോഴാണ് ലോകർക്ക് ഗുരു യഥാർത്ഥത്തിൽ ആരാണെന്ന സംശയം ഉദിക്കുന്നത്. സന്യാസികൾ ഇല്ലിങ്ങനെ, ഇല്ലിമയെന്നോരിങ്ങനെ, വന്യാശ്രമികൾ ഇല്ലിങ്ങനെ എന്ന് ആശാൻ പേർത്ത് കരയുന്നതും ഇതേ സന്ദേഹത്തിലാണ്. ലോകം നിർവചിച്ച സ്ഥാനങ്ങൾ കൊണ്ടൊന്നും അളക്കാൻ കഴിയാത്ത അനുകമ്പയുടെ മഹാകാശമാണ് ഗുരു. പ്രാരാബ്ധ ദുഃഖത്താൽ വലഞ്ഞ് കരഞ്ഞു വിളിച്ച് ശിവഗിരിക്കുന്ന് കയറുന്ന ഭക്തർക്ക് ഇന്നും അനുകമ്പയുടെ ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷം കൊണ്ട് ആ മഹാകൃപാമൂർത്തി ആനന്ദം പകരുന്നു. അതിനെ യുക്തിവാദം കൊണ്ടോ വേദശാസ്ത്രം കൊണ്ടോ നിർവചിക്കാൻ ലോകർക്ക് സാധിക്കില്ല. അതാണ് മഹാഗുരു, നിർവചനങ്ങൾക്ക് അതീതമായ നിത്യമൗനത്തിന്റെ മഹാകാശം. തലശ്ശേരി ജഗന്നാഥന്റെ മൺമുറ്റത്തു നിൽക്കുമ്പോൾ അകറ്റി നിർത്തപ്പെട്ട പാവങ്ങൾ ദൂരെ വയൽക്കരയിൽ കാഴ്ചക്കുലകളുമായി ഗുരുകടാക്ഷത്തിന് കെഞ്ചുന്നത് കണ്ടാണ് ഒരിക്കൽ ആ കണ്ണീർ കണം പൊഴിഞ്ഞത്. എന്തിന് അവരെ അകറ്റി നിർത്തുന്നു? അവരും നിങ്ങളും തമ്മിൽ എന്തു ഭേദം? ഇത് ഭേദമില്ലാത്ത ശിവനുടെ സന്നിധിയല്ലേ എന്ന ചോദ്യത്തിന് ക്ഷേത്രഭാരവാഹികൾ നൽകിയ ഉത്തരം 1 വർഷം കഴിഞ്ഞ് പരിഗണിക്കാം എന്നായിരുന്നു. അത് കേട്ട് തൃപ്പാദങ്ങൾ കണ്ണുകൾ അടച്ചു. അകത്തു മറഞ്ഞിരുന്ന ആ വിശുദ്ധ കണ്ണീർക്കണം മിഴിപ്പീലികൾ തുറന്ന് വീണ്ടും ഉതിർന്നു. ആ കണം ഭൂമിയെ ചുട്ടുപൊള്ളിക്കാൻ പോന്നതായിരുന്നു. അതുകണ്ട് പ്രകൃതി അലറിക്കരഞ്ഞു. ഒരുപാട് മഴത്തുള്ളി കനവുകൾ മനത്തുനിന്ന് ഭൂമിയിലേക്ക് ആർത്തു വീണു. ഒടുവിൽ ഇലച്ചാർത്തുകൾ അവസാന തുള്ളിയും തുവർത്തി നിവർന്നപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ, ഇനി പ്രവേശിപ്പിച്ചുകൂടെയോ? വിളക്കുകളുടെ മൺപുറ്റുകളെ വിശുദ്ധ മഴ കൊണ്ട് അലിയിച്ച സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം മുഴക്കുവാൻ ശേഷിയുണ്ടായിരുന്നു ഭഗവാന്റെ കണ്ണീർക്കണത്തിന്. എന്തു പകരം കൊടുത്താലാണ് നാം അതിന് കടം വീട്ടുക? പകരം പൊഴിക്കുക നമ്മളും നന്ദിയുടെ കണ്ണീർക്കണങ്ങൾ. തൃപ്പാദ ശിഷ്യരും മലയാളക്കരയും നന്ദിയുടെ കണ്ണീർ പൊഴിച്ചു തുടങ്ങിയത് ഉല്ലല ദേശത്തൊരു ശ്രീകോവിലിൽ ദർപ്പണത്തിന്റെ രസം ചുരണ്ടി ഓംകാരത്തെ പ്രതിഷ്ഠിച്ച് തൃപ്പാദങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ്. കടുത്ത അടിവയർ വേദന കൊണ്ട് ഭഗവാൻ വലഞ്ഞ നാളുകൾ, നീണ്ട 9 മാസക്കാലത്തെ രോഗപീഠകൾ. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ ഈ പിണ്ഡം അൻപോട് വളർത്തിയതും 9 മാസം കൊണ്ടായിരുന്നല്ലോ. അസുഖബാധിതനായി അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കും വേളയിൽ തൊഴുകൈകളോടെ സങ്കടങ്ങളുമായി എത്തിയ ദീനരെ ഭഗവാൻ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അടുത്തു നിന്ന ശിഷ്യഗണങ്ങളോട് ഇങ്ങനെ മൊഴിഞ്ഞു. മഹാന്മാരായ പൂർവിക ആചാര്യന്മാർ ഓരോ കാലഘട്ടങ്ങളിൽ അന്നന്ന് ലോകത്തെ ബാധിച്ചിരുന്ന അപകടം കണ്ടുകൊണ്ട് അതിന്റെ നിവാരണത്തിനായി ജീവിതം നയിച്ചു. കഠിനമായ ജന്തുഹിംസ, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായി പരസ്പരം നടത്തിയ യുദ്ധം, മനുഷ്യൻ അവന്റെ സ്വന്തം സഹോദരനെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവനായി അധപ്പതിച്ചുള്ള പോക്ക്, ഈ അത്യാപത്തുകളിൽ നിന്ന് മനുഷ്യ സമുദായത്തെ മോചിപ്പിക്കുന്നതിന്
ബുദ്ധൻ, ക്രിസ്തു, നബി ഈ മഹാത്മാക്കൾ ലോക ശുശ്രൂഷ ചെയ്തു. ഇന്നത്തെ ആവശ്യം ജാതിശല്യം ഒഴിഞ്ഞുള്ള ഒരു ലോകം ഉണ്ടാവുകയാണ്. ആരെങ്കിലും നമ്മെ ഒരു അവതാര പുരുഷനായി കരുതുന്നുവെങ്കിൽ നിശ്ചയമായും അത് ജാതി രാക്ഷസനെ നിഗ്രഹിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാകുന്നു. പാലക്കാട് കൃഷ്ണൻ ഡോക്ടറുടെ അടുത്ത് ഭഗവാൻ ഉദരവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ എത്തിയപ്പോൾ കുറച്ച് ഭക്തർ ചോദിച്ചു, വേദനയുടെ ശല്യം തൃപ്പാദങ്ങളെ അലട്ടുന്നുവോ? വേദനയോ? അത് ജാതിശല്യം തീരാത്തതിനെ ചൊല്ലി മാത്രമാകുന്നു എന്നായിരുന്നു ഭഗവാന്റെ മറുമൊഴി. അത് കേട്ട് കൃഷ്ണൻ ഡോക്ടർ നിസ്സഹായതയോടെ കണ്ണീർ പൊഴിച്ചു. താൻ പഠിച്ച വൈദ്യത്തിൽ ജാതിശല്യത്തിന്റെ വേദന നീക്കാൻ യാതൊന്നുമില്ല. അത് സ്വാമി തൃപ്പാദങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അവിടുന്ന് രോഗഗ്രസ്തനായി കിടന്നാൽ ആരത് നിർവഹിക്കും? ആശങ്ക വളർന്നപ്പോൾ കൃഷ്ണൻ ഡോക്ടർ മദ്രാസിലെ തന്റെ സീനിയറായ ഡോക്ടർ പണ്ടാലയെ വിവരമറിയിച്ചു. സ്വാമിയെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് പണ്ടാല ദൗത്യം ഏറ്റെടുത്തു. മദ്രാസിൽ നടത്തിയ ചികിത്സ കൊണ്ടൊന്നും അസുഖത്തിന് ആശ്വാസമുണ്ടായില്ല. വർക്കല ഗസ്റ്റ് ഹൗസിൽ തിരികെ എത്തി ചികിത്സ തുടരുന്ന വേളയിൽ ഡോക്ടർ സോമർവെൽ ഇങ്ങനെ പറഞ്ഞു, സ്വാമികൾ ഒന്നു സ്മരിച്ചാൽ മതി, അസുഖം മാറും. അവിടുന്ന് അത് ചെയ്തെങ്കിൽ ഞങ്ങൾക്കും ആശ്വാസമാകുമായിരുന്നു. രോഗം ശരീരത്തിനല്ലയോ, അത് നശിക്കാനുള്ളതാണ് എന്നു പറഞ്ഞ് ഡോക്ടർ സോമർവെല്ലിന്റെ അപേക്ഷ ഭഗവാൻ മടക്കി. നാട്ടുവൈദ്യന്മാർ പലർ വന്നു. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, സ്വാമി ലോകത്തിന്റെ വേദനകൾ സ്വാംശീകരിച്ച് സ്വയം അസുഖമാക്കി അനുഭവിച്ചു തീർക്കുകയാണ്. ഇത് സ്വാമിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അത് ശരിയാണെന്ന് കാലം പറഞ്ഞു. മഹത്തുക്കൾക്ക് സ്വയം ദുഃഖമില്ല. ലോകത്തിന്റെ ദുഃഖം അവർ ഏറ്റെടുത്ത് അനുഭവിച്ചില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം വേദനയിൽ പക്ഷേ ഒരിക്കൽ പോലും ഭഗവാന്റെ കണ്ണീർ പൊഴിഞ്ഞില്ല. എന്നാൽ ലോകർ വേദനിച്ചാൽ അത് ഭഗവാന് സഹിക്കില്ല. കൈകാലുകൾ ചലിക്കാനാകാത്ത വിധം അവശനിലയിൽ കിടക്കുമ്പോഴും ഭഗവാൻ എത്രയോ പേരുടെ മാരക രോഗങ്ങൾ നീക്കി രക്ഷ ചെയ്തു. ഒടുവിൽ എല്ലാ ലീലകളും അവസാനിച്ചത് ഇതുപോലൊരു 3 മണി നേരത്തായിരുന്നു. തീഷ്ണശരങ്ങൾ പിൻവലിച്ച് സൂര്യൻ മൃദുഹാസം പൊഴിച്ചു തുടങ്ങിയ നേരം. ഇതുപോലെ അന്നും മഴനീർത്തുള്ളികൾ പൊഴിച്ച് പ്രകൃതി മാതാവ് വിതുമ്പി. സ്വാമി തൃപ്പാദങ്ങൾ പതുക്കെ ലോകത്തേക്കുള്ള പുറംനോട്ടങ്ങൾ പിൻവലിച്ചു. 1928 സെപ്റ്റംബർ 20 പകൽ പൊഴിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മലയാളക്കരയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് സ്വാമി ആദിമഹസിൽ മറഞ്ഞു. ഒരു കണ്ണീർ കണം ലോകത്തിനായി പൊഴിക്കാൻ പിന്നെ ആരും ഈ വഴിക്ക് വന്നില്ല. അതിനാൽ മനുഷ്യാത്മാവിൽ സൗരമണ്ഡലങ്ങൾ പിന്നെ ഉദിച്ചതേയില്ല. പെയ്തൊഴിയാത്ത സങ്കടങ്ങളുടെ മേഘക്കൂട്ടങ്ങളും പേറി ആകാശം എന്നും സങ്കടം മുറ്റിയ പകൽക്കനവുകൾ കണ്ടു നിൽക്കുന്നു. നമസ്കാരമുപഗുപ്ത വരിക ഭവാൻ നിർവാണ, നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി. പതിത കാരുണികരാം ഭവാദൃശസുതന്മാരെ ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ എന്ന വിലാപവുമായി ലോകം കാത്തിരിപ്പ് തുടരുകയാണ്. ഓരോ മഹാസമാധി ദിനവും കടന്നു പോകുമ്പോൾ ആ വിലാപങ്ങൾക്ക് ശക്തി കൂടുന്നു. എന്തെന്നാൽ കഴിഞ്ഞ 93 വർഷക്കാലമായി ലോകം സമാധാനത്തോടെ ഉറങ്ങിയിട്ട് സൂര്യൻ മറയുമ്പോൾ ഇരുട്ട് വീണ്ടും വരും എന്നതുപോലെ സ്വാമി തൃപ്പാദങ്ങളുടെ ശരീരം മറഞ്ഞപ്പോൾ ജാതി രാക്ഷസൻ പടക്കുതിരകൾ പായിക്കുകയാണ്. അവന്റെ കുളമ്പടികളിൽ നടങ്ങി വിറയ്ക്കുകയാണ് ലോകം. അവനെ ഇല്ലാതാക്കാൻ ഭഗവാൻ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.